ഹായ്, എൻ്റെ പേര് വിഷ്ണു. ഞാൻ കേരളത്തിലെ ഇടുക്കിയിലാണ് താമസിക്കുന്നത്. അതുപോലെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഒഡീഷയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. അതുപോലെ തന്നെ ഇവിടെ ഫുള്ള് ഇൻഡസ്ട്രിയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ജാജ്പൂരിലാണ് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഫുള്ള് ഇൻഡസ്ട്രി മാത്രമേ ഉള്ളൂ. അതിൽ കുറേ അപ്പാർട്ട്മെൻറ്റ്, ഇതുപോലെ കുറേ അപ്പാർട്ട്മെൻറ്റും കുറേ ചെറിയ ചെറിയ നാരോ റോഡുകളും ഫുള്ളൊരു തമിഴ്നാട് സെറ്റപ്പാണ് ആക്ച്വലി ഇവിടെ ഫുള്ള്. ഇവിടെ രാവിലെ 4 മണിയാകുമ്പോൾ തന്നെ ഇതുപോലെ വെട്ടം വീഴും. നേരത്തെ സൂര്യൻ ഉദിച്ചിട്ട് നേരത്തെ തന്നെ വെട്ടമാവും. അതുപോലെ തന്നെ ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ 42 ഡിഗ്രി സെൽഷ്യസ് ശരിക്കും ഫീൽ ചെയ്യും. ഇവിടെ ഫീൽ ചെയ്യുന്നില്ല, ആക്ച്വലി ഇവിടെ 42 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അധികം മരങ്ങളൊക്കെ ഒന്നുമില്ല. ലൈക്ക് ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതലും അയൺ കണ്ടൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ അധികം മരങ്ങളോ അങ്ങനെയുള്ള ഒന്നുമില്ല. ഈ കുറ്റിച്ചെടികൾ അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ ഇവിടെ പന്നിയും പശുവൊക്കെ വഴിക്കടെ ചുമ്മാ ഇങ്ങനെ നിരന്ന് നടക്കുന്ന കാണാം. നമുക്ക് മനുഷ്യന്മാർ നടക്കുന്ന പോലെ തന്നെ കോമൺ ആയിട്ട് പശുവിനെയും കാണാം, പന്നീനെയും കാണാം. രണ്ടും ഉണ്ട്. പിന്നെ ഉപദ്രവിക്കുകയൊന്നുമില്ല, നാട്ടിലെ കാട്ടുപന്നീനെ പോലെ അല്ല ഇവിടുത്തെ പന്നി. ഇവിടെ ഉപദ്രവിക്കുകയൊന്നുമില്ല. അതുങ്ങളെന്തെങ്കിലുമൊക്കെ എന്തോ കഴിക്കുകയോ തിന്നോ അതിലൂടെയൊക്കെ പോകുന്നത് കാണാം. പശു അതൊക്കെ പോലെ തന്നെ. പക്ഷേ കണ്ടാൽ പേടിയോ, കാരണം കേരളത്തിൽ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റാണിത്. അതിൻ്റെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ ഇവിടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഒന്നുമില്ല. ഇങ്ങനെ കാണുന്നിടത്ത് നിന്ന് തോന്നുന്നിടത്തൊക്കെ വലിച്ചെറിയുന്നൊരു സെറ്റപ്പാണ് ഞാനിവിടെ. അതുപോലെ തന്നെ ഇപ്പം തന്നെ നല്ല ചൂടായി, കാരണം സൂര്യൻ ഉദിച്ച് രാവിലെ ഒരു 7:45 ആയതേ ഉള്ളൂ. 7:45 തന്നെ ചെറിയ വെയിലിൽ തന്നെ നല്ല ചൂടാണ് ഇവിടെ. അത്യാവശ്യം നല്ല രീതിയിൽ ആവി എടുത്തിട്ട് വേർക്കുന്നുണ്ട്. പിന്നെ